പിന്നെ ഐൻസ്റ്റൈനിലോ അതുകൂടി പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന അതിസങ്കീർണമായ വിഷയത്തെക്കുറിച്ച് ഇദ്ദേഹം ആധികാരികമായി സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ സാധാരണ ഇദ്ദേഹത്തെ കാണാറുള്ളത് ട്രോൾ വീഡിയോയിലും മറ്റ് കളിയാക്കലുകളിലൊക്കെയാണ് അല്ലെ. എന്താണ് ഇതിന് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റോബർട്ട് ജെ സ്റ്റേൺബർഗ് അദ്ദേഹം തിയറി ഓഫ് സക്സസ്ഫുൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ലൈഫിൽ ഒരാൾ സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ 3 കൈൻഡ് ഓഫ് ഇന്റലിജൻസ് വേണം എന്നുള്ളതാണ്. ഒന്ന് അനലിറ്റിക്കൽ ഇന്റലിജൻസ്, ഇതാണ് സാധാരണ നമ്മൾ IQ എന്ന് പറയാറുള്ളത്, നമ്മുടെ പരീക്ഷകളിലൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യം. ഇത് ഇദ്ദേഹത്തിന് വളരെയധികം അധികമാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. രണ്ടാമത്തേത് ക്രിയേറ്റീവ് ഇന്റലിജൻസ് ആണ്. പുതിയ ഐഡിയകൾ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ്, തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ്, ഇതെല്ലാം ക്രിയേറ്റീവ് ഇന്റലിജൻസിന്റെ പരിധിയിൽ വരുന്നു. എന്നാൽ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന 3ാമത്തെ കൈൻഡ് ഓഫ് ഇന്റലിജൻസ് ആണ്. നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതേപോലെ തന്നെ ആളുകളുമായിട്ട് എങ്ങനെ പെരുമാറുന്നു, നമുക്ക് അറിയുന്ന അറിവുകൾ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതെല്ലാം പ്രാക്ടിക്കൽ ഇന്റലിജൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ 3 കൈൻഡ് ഓഫ് ഇന്റലിജൻസും വേണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന്.